അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യാത്ര അവസാന നിമിഷം മാറ്റി. ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇന്ത്യൻ വംശീയായ സുനിത എൽ വില്യംസിന്റെ മൂന്നാം ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് സുനിത വില്യംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് അത്ര സുഖമുള്ള വാർത്തയല്ല. നമുക്ക് ഒരു തിരിച്ചടിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നാസ വ്യക്തമാക്കുന്നുണ്ടോ? സാങ്കേതിക പിഴവാണോ? ഗുഡ് മോർണിംഗ് പ്രജിൻ. അതെ, സാങ്കേതിക പിഴവാണ്. അല്പ മണിക്കൂറുകൾക്ക് മുമ്പാണ് നാസ അവസാന നിമിഷം ഈ ബഹിരാകാശ യാത്ര മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. 2 ബഹിരാകാശ സഞ്ചാരികളായിരുന്നു സുനിത വില്യംസ് ഉൾപ്പെടെ ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ തിരിച്ച് അവരുടെ തന്നെ വാഹനം വന്ന് ലോഞ്ചിങ് പാഡിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്സിജൻ വാൽവിൽ അവസാന നിമിഷം കണ്ടെത്തിയ ഒരു തകരാറ് മൂലമാണ് ഈ യാത്ര മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഈ ബഹിരാകാശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.